അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഈ കരുതി കൂട്ടിയിട്ടുള്ളൊരു ആക്രമണം ഭയങ്കരമായിട്ടുണ്ട്. എൻ്റെ പാപ്പയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ലൂണ മേടിക്കായിരുന്നു. ആ ലൂണയുടെ ബാക്കിൽ എൻ്റെ ഉമ്മാനെയും ഒക്കെ കയറ്റിയിരുത്തിയിട്ട് പോകാമെന്ന് പറയുന്ന ആ സ്വപ്നമുള്ളൊരു പാപ്പയുടെ മകനാണ്. മാസ്റ്റർ വരുന്നത് ഒരു നീല മാരുതി സേൻ, നല്ല ഭംഗിയാണ്. അപ്പോൾ ആ വണ്ടിയുമായി ഞാനും ദിലീപൊക്കെ പോയി ഇങ്ങനെ തടകി നോക്കിയിട്ട് നമുക്കൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ ഇതുപോലത്തെ ഒരു വണ്ടി എന്തെങ്കിലും. നമ്മളൊക്കെ വന്നേക്കുന്നത് വളരെ ഈ പറഞ്ഞ പോലെ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായില്ല. പിന്നെ ടി വി ഒക്കെ വന്ന സമയത്ത് ദൂരദർശനിലൊരു പരിപാടി അവതരിപ്പിക്കാനായിട്ടുള്ള അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വന്നതിൻ്റെ ഒരു ഇതുണ്ട്. കൊച്ചു വീഴ്ച വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്തിട്ട് വീക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന പോലെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. വേറെ ചില കമൻസ് വരാറുണ്ട്, അതായത് അടുത്ത ബോംബ്. ഏത് പടമാണ് നമ്മളുടെ ബോംബായേക്കുന്നത്? ആ സിനിമ OTT റിലീസായിരുന്നു. ആ സിനിമ ഞാൻ പറഞ്ഞ ഞങ്ങൾ ടാക്സ് കൊടുത്തതിൻ്റെ പേരിൽ പറയുന്നത് 30 കോടി രൂപയ്ക്കാണ് അത് OTT കച്ചവടം നടന്നത്. പിന്നെ ഈശോ 4.5 കോടി രൂപ ചിലവുള്ള പടം 14 കോടി രൂപയുടെ ബിസിനസ് നടന്നത്. ഞാൻ ചെയ്ത ഇത് പണ്ട് ഓഡിയോ കാസറ്റ് തൊട്ട് സിനിമ വരെ എനിക്ക് വേണ്ടിയിട്ട് കാശ് മുടക്കിക്കുന്ന ഒരു പ്രൊഡ്യൂസർക്കും 10 പൈസ കിട്ടാതെ പോയിട്ടില്ല. പോരായ്മകളുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പോരായ്മകൾ അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മൾ ചെയ്തു വെച്ചാൽ വലിയ ഭയങ്കര അത് നഷ്ടം വരാത്ത സാധനങ്ങളാണ്. എന്തെങ്കിലും കാരണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മെക്കെട്ട് കയറാമെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും, അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണം വേണമെന്നില്ല. നമ്മൾ ഒന്ന് തട്ടി വീണെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് 100 ആളുണ്ടാവും. വെൽക്കം നാദർഷ സ്വാഗതം. നമസ്കാരം. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. ഇതിൻ്റെ റിലീസ് ഫിക്സ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഒരു വലിയ സമരം വന്ന് തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിക്കില്ല എന്നൊരു ഇത് വരുന്നു. റിലീസ് എല്ലാം തീരുമാനിച്ച് പ്രൊമോഷൻസ് നടത്തിയതിനു ശേഷം റിലീസ് മാറ്റേണ്ടതായിട്ടുള്ള ഒരു കഷ്ടപ്പാടിലേക്ക് മൊത്തം ക്രൂ എത്തുകയാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചിലവുണ്ട്. മൊത്തം പ്ലാനിങ് മാറുന്നു, ഒന്നിനെ വീണ്ടും റീഷെഡ്യൂൾ ചെയ്ത് വരണം. ആ സമയത്ത് തന്നെ ഇപ്പം നമ്മളുടെ തന്നെ ഒരു സംഭാഷണത്തിൽ പറഞ്ഞാണ്, മനഃപൂർവ്വം ആരൊക്കെയോ തകർക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ സിനിമയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത് പോലെ എനിക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ സിനിമയ്ക്കെതിരെ ആരോ പ്രവർത്തിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? അങ്ങനെയല്ല, നമുക്കെന്താ പറയുക, ഒരുപാട് ഇൻഡസ്ട്രിയിൽ സപ്പോർട്ടുള്ള ആൾക്കാർ കൂടുതലുണ്ട്. ശരിക്ക് അങ്ങനെ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് മാത്രം കിട്ടി വന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു ബാച്ച്. നമുക്ക് ഈ സോഷ്യൽ മീഡിയ സപ്പോർട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു ഭയങ്കര സപ്പോർട്ട് വേറെ പലർക്കും കിട്ടുന്ന പോലെ കിട്ടാത്ത ആളുകളിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ചില സിനിമകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് പ്രയത്നിക്കുന്ന പോലെ ഞങ്ങളൊക്കെ 1-2 പേര്, ഇപ്പോൾ നമ്മളൊരു സിനിമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ ഓടിപ്പാഞ്ഞ് നടന്ന കുറച്ച് ആൾക്കാർ, വിരലിലുണ്ടാവുന്ന കുറച്ച് പേര് ഉണ്ടാവുള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ആ സിനിമ സക്സസ് ആണെങ്കിൽ മാത്രമാണ് അത്, അല്ലാണ്ട് നമ്മളുടെ കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ അത് റിലീസിന് മുമ്പ് അതിനെപ്പറ്റി പാടിപ്പുകഴ്ത്താനോ തള്ളിമറിക്കാനോ വേറെ ആരുമില്ല, ഞങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഇതിൽ നമുക്ക് പലപ്പോഴും കിട്ടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊച്ചു വീഴ്ച വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്തിട്ട് വീക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന പോലെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം പലർക്കും കിട്ടുന്ന അവർക്ക് കിട്ടുന്ന ഒരു പരിഗണന ഉണ്ടല്ലോ സിനിമയിൽ, ആ പരിഗണന ഇല്ലാത്ത ആളുകളുടെ കൂട്ടത്തിലാണ് ഞാനൊക്കെ. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ സങ്കടം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ വന്നേക്കുന്നത് വളരെ ഈ പറഞ്ഞ പോലെ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായില്ല. സ്റ്റേജിൽ നിന്ന് ചെറുപ്പകാലം തൊട്ട് ഒരു 5-5 ക്ലാസ് പഠിക്കും, അതായത് ഒരു 10 വയസ്സ് തൊട്ട് പ്രൊഫഷണൽ സ്റ്റേജ് അങ്ങനെ അറിയപ്പെട്ട്, പിന്നെ റേഡിയോ കാലഘട്ടമാണ്. ഈ റേഡിയോയിൽ പാടാനായിട്ട് അതിലൊരു ശബ്ദം കേൾക്കാൻ കൊതിച്ച്, പിന്നെ TV ഒക്കെ വന്ന സമയത്ത് ദൂരദർശനിലൊരു പരിപാടി അവതരിപ്പിക്കാനായിട്ടുള്ള അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വന്നതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മളുടെ ഇവിടുത്തെ വീഡിയോ കാസറ്റൊക്കെ കണ്ട് പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഞങ്ങളെ വിളിക്കാനും അവിടുത്തെ വിദേശ പരിപാടികൾക്ക് പങ്കെടുക്കാൻ, അങ്ങനെ ഓരോ വീഡിയോ കാസറ്റുകളിലൂടെ ഓഡിയോ കാസറ്റുകളിലൂടെ മുഖവും ശബ്ദവും ഒക്കെ തിരിച്ചറിഞ്ഞ് ഇങ്ങനെ കുറേ പേരുകൾ, അബി, നാദർഷ, ദിലീപ്, ഷിയാസ്, അരിശ്രീ അശോകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സലീംകുമാർ, ഇങ്ങനെ കലാഭവമണി പോലെ ഇങ്ങനെ അങ്ങനെ വന്ന്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഇന്ന് അതെല്ലാവരും ആ പ്രായത്തിൽ വന്ന അല്ലെങ്കിൽ ആ സമയത്ത് വന്ന എല്ലാവരും കഷ്ടപ്പെട്ട് വന്നേക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ പേരിൽ ഞാൻ മാത്രം കഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു പെയിൻ ഉണ്ടാവും. എന്നിട്ടും ജനങ്ങളാണ് നമ്മളെ ദൈവം അനുഗ്രഹിച്ചിട്ട് ഇവിടം വരെ ഈ ഫുൾ ജനത്തിൻ്റെ സപ്പോർട്ടും കൂടി വേണ്ടിയാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷേ പെട്ടെന്ന് വരുന്ന കുറേ ആൾക്കാർക്ക് കിട്ടുന്ന ഒരു കൂട്ടായ പരിഗണന ഉണ്ടല്ലോ, ആ പരിഗണന നമുക്ക് കിട്ടാറില്ല. പലപ്പോഴും നമുക്ക് വിഷമം തോന്നാറുണ്ട്. പിന്നെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പം നമുക്ക് സാധാരണഗതിയിൽ നമ്മളൊരു സാധനം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇല്ലേ. പക്ഷെ പലപ്പോഴും മനഃപൂർവ്വം ഒരു അറ്റാക്ക് ഉണ്ടല്ലോ, കരുതി കൂട്ടിയുള്ള ഒരു ആക്രമണം വരാറുണ്ട്. ഒരു എന്തുകൊണ്ടാണ് എന്ന് എപ്പോഴെങ്കിലും ഇപ്പം നാദിർഷയെ സപ്പോർട്ട് ചെയ്യാൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ നാദിർഷ, നിങ്ങളാണ് എപ്പോഴും ഒരു കൂട്ടായിട്ട് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ. അപ്പം എന്തുകൊണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ ഇപ്പം ദിലീപേട്ടനല്ല, ഇപ്പം നാദിർഷയ്ക്കാണ് ഒരു പോസ്റ്റിന് താഴെ ചീത്തവിളി വരുന്നത്, അതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന്? അതിൻ്റെ കാരണം എനിക്കറിയാൻ പാടില്ലാത്ത നമ്മൾ മനഃപൂർവ്വമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു വേറെ ചില കമൻസ് വരാറുണ്ട്. അതായത് അടുത്ത ബോംബ് ഏത് പടമാണ് നമ്മളുടെ ബോംബായിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അഹങ്കാരം പറഞ്ഞതല്ല, ആദ്യത്തെ അമർ അക്ബർ അന്തോണി കട്ടപ്പനയും മാത്രമേ ഇവർ പറയുന്നുള്ളൂ. അതിനുശേഷം ചെയ്ത മേരാന ഷാജി ശരിക്കും പറഞ്ഞാൽ അത്രയും നമ്മൾ സക്സസ് ആയിട്ടുള്ള സിനിമകളൊന്നുമല്ല. കഥാപരമായിട്ടോ അല്ലെങ്കിൽ മേക്കിംഗ് കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അത്രയും മികച്ച സിനിമകൾ അല്ലെങ്കിൽ പോലും പ്രൊഡ്യൂസർക്ക് നഷ്ടം വരുത്താത്ത സിനിമകളാണ് എല്ലാം. ഇപ്പോൾ ദിലീപിൻ്റെ കേശു വീടിൻ്റെ നാഥൻ, ആ സിനിമ OTT റിലീസായിരുന്നു. ആ സിനിമ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ടാക്സ് കൊടുത്തതിൻ്റെ പേരിൽ പറയുന്നത് 30 കോടി രൂപയ്ക്കാണ് അത് OTT കച്ചവടം നടന്നത്. പിന്നെ ഈശോ 4.5 കോടി രൂപ ചിലവുള്ള പടം 14 കോടി രൂപയുടെ ബിസിനസ് നടന്നത് OTT ആണെന്ന്. അപ്പോൾ പ്രൊഡ്യൂസർക്ക് ഇപ്പോൾ മേരാന ഷാജി പോലും ആ രാകേഷ് ഏട്ടൻ്റെ അടുത്ത് സ്ട്രൈറ്റ് ചോദിച്ചൊക്കെ രാകേഷ് ഏട്ടൻ പറയാറുണ്ട്, ഞാൻ ചെയ്ത സിനിമകളിൽ എനിക്ക് അത്യാവശ്യം കാശ് കിട്ടിയേക്കുന്ന സിനിമ അതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിൽ പോലും. അതെ. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതിൻ്റെ പേരിലാകാം ഞാൻ ചെയ്ത ഇത് പണ്ട് ഓഡിയോ കാസറ്റ് തൊട്ട് സിനിമ വരെ എനിക്ക് വേണ്ടിയിട്ട് കാശ് മുടക്കിയേക്കുന്ന ഒരു പ്രൊഡ്യൂസർക്കും 10 പൈസ കിട്ടാതെ പോയിട്ടില്ല. അപ്പോൾ അത് പക്ഷെ അതൊന്നും അറിയാണ്ട് താഴെ വന്നിട്ട് ഈ ഇവൻ്റെ കഴിഞ്ഞത് മറ്റത് ഇതായിരുന്നു. കഴിഞ്ഞത് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ പടങ്ങളാണ്. ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ സിനിമകളിലൊന്നാണ് കേശു ഈ വീടിൻ്റെ നാഥൻ. പോരായ്മകളുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പോരായ്മകൾ അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മൾ ചെയ്തു വെച്ചാൽ വലിയ ഭയങ്കര അത്. പക്ഷേ നഷ്ടം വരാത്ത സാധനങ്ങളാണല്ല കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഈ കരുതി കൂട്ടിയിട്ടുള്ളൊരു ആക്രമണം ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു കേസിന് ശേഷമാണ് കൂടുതൽ ആക്രമണം വരുന്നതെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ചിലർ സപ്പോർട്ട് ചെയ്യുക, അതിപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും ആരുടെ കാര്യത്തിലാണെങ്കിലും ചിലർ വിശ്വസിക്കും, ചിലർക്ക് സത്യാവസ്ഥ അറിയാവുന്ന ആൾക്കാർ അത് തള്ളിക്കളയും. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മെക്കെട്ട് കയറാമെന്ന് വിചാരിക്കുന്നവൻ എന്തെങ്കിലും അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണം വേണമെന്നില്ല. നമ്മൾ ഒന്ന് തട്ടി വീണെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് 100 ആളുണ്ടാവും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സപ്പോർട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഇല്ലെങ്കിൽ നമ്മളൊരിക്കലും ഇങ്ങനെ ഈ മൂവ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കണ പോലും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സിനിമയുടെ ഒരു കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമർ അക്ബർ അന്തോണിക്ക് മുൻപും ശേഷവും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുമ്പ് നാദിർഷ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന, നമുക്ക് ആ സമയത്ത് എനിക്കൊന്നും പരിചയമൊന്നുമില്ല, പേഴ്സണലി അടുപ്പോ ഇല്ലാത്ത, നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത്, പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ നാദിർഷ പുള്ളി മറ്റേ പാരഡി കോമഡിയൊക്കെ എഴുതുന്ന പാട്ട് പാടുന്ന, ഗാനമേള ഷോസ് ചെയ്യുന്ന ആൾ, പിന്നെ നമ്മുടെ കാസറ്റ്സ് ഇറക്കുന്ന ആൾ, അതിനേക്കാൾ ദിലീപേട്ടൻ നാദിർഷ കോമ്പിനേഷൻ സുഹൃത്ത്, ഇങ്ങനത്തെ ഐഡൻറ്റിറ്റിയിലായിരുന്നു നാദിർഷക്ക് അത്രയും നാൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. അമർ അക്ബർ അന്തോണിക്ക് ശേഷമാണ് നാദിർഷ എന്നൊരു പേരിന് പ്രത്യേകിച്ച് നമുക്ക് വിശേഷമൊന്നും കൊടുക്കേണ്ട, അദ്ദേഹം ഡയറക്ടറാണ്. ഈ ഒരു കാലയളവിൽ നാദിർഷയ്ക്ക് കൈ പിടിച്ച് കൊണ്ടുവന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നാദിർഷയ്ക്ക് സിനിമയിലേക്ക് ആയിട്ട് ഫോക്കസ് ചെയ്യാതെ സ്റ്റേജ് ഷോസും കാര്യങ്ങളും, ഫൈനാൻഷ്യലി നാദിർഷയ്ക്ക് വളരെയധികം സൗണ്ട് ആണെന്നുണ്ടെങ്കിലും ഒരു കരിയർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെല്ലാവരും നാദിർഷയ്ക്ക് കൊണ്ടുവന്നവരെല്ലാവരും സൂപ്പർ ഹിറ്റ് ആവും. നാദിർഷയ്ക്ക് അതിലേക്കൊന്നും മൈൻഡ് ചെയ്യാണ്ട് അമർ അക്ബർ അന്തോണി വരെ എപ്പോഴെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, ഞാൻ പറയട്ടെ, നമ്മൾ മുഖേന വന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് എൻ്റെ കഴിവല്ല, അവരുടെ കഴിവ് കൊണ്ടാണ് അവർ വന്നത്. പക്ഷേ
തുടക്കം ഇട്ട് കൊടുക്കാൻ ഒരാളുടെ മനസ്സ് വേണമല്ലോ. തുടക്കം ഇട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വലിയ മനസ്സാണ്. അല്ല, അത് തുടക്കം ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ അത് ആരെങ്കിലും ഒരാൾ, ഞാനല്ലെങ്കിൽ വേറെ ആൾ, അവർ വരേണ്ട ആൾക്കാർ വന്നേ തീരൂ. അപ്പോൾ അത് അവരുടെ കഴിവും അവരുടെ ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടതും. അല്ലാണ്ട് നാദർഷ കൈപിടിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും രക്ഷപ്പെടണമെന്നില്ല. രക്ഷപ്പെടാത്ത എന്തോരം ആൾക്കാരുണ്ടാവും. ഈ രക്ഷപ്പെട്ടവരുടെ പേരുകൾ മാത്രമല്ലേ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പോൾ അതിലൊന്നും കാര്യമില്ല, ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. പിന്നെ നമുക്ക് ചിന്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വരെ നമ്മൾ, അതായത് ഒരു സൈക്കിളിൽ നടന്ന ആൾ, നമ്മളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പാപ്പയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ലൂണ മേടിക്കായിരുന്നതാണ്. ലൂണ മേടിച്ച് ആ ലൂണയുടെ ബാക്കിൽ എൻ്റെ ഉമ്മാനെയും ഒക്കെ കയറ്റിയിരുത്തിയിട്ട് പോകാമെന്ന് പറയുന്ന ആ സ്വപ്നമുള്ളൊരു പാപ്പയുടെ മോനെ ഞാൻ. അദ്ദേഹം എനിക്കൊരു 16 വയസ്സുള്ളപ്പോഴാണ് മരണപ്പെട്ടത്. അപ്പോൾ അതുവരെ അദ്ദേഹത്തിന് വേറെ വാഹനമൊന്നും മേടിക്കാനുള്ള യോഗം കിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാറ് വരെ മേടിച്ച് നമ്മൾ ഓടിച്ചുകൊണ്ട് കിടക്കാനായിട്ടുള്ള ഭാഗ്യം ദൈവം തരുമ്പോൾ നമ്മൾ, ഇപ്പോൾ ഈ അമർ അക്ബർ അന്തോണി ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കാറ് വാങ്ങിച്ച ആളാണ്, അതും സ്റ്റേജ് ഷോസും കാര്യങ്ങളും വെച്ചിട്ട്. പിന്നെ എന്തിനാണ് നിരാശപ്പെടുന്നത്? പിന്നെ നിരാശയുടെ ആവശ്യമില്ല. ബൈക്ക് വാങ്ങി, പിന്നെ ഒരു കാറ് വാങ്ങി, ആ കാറും കൊണ്ട് നമ്മൾ ഗാനമേളയ്ക്ക് വന്ന് അതെല്ലാം തന്നത് സ്റ്റേജാണ്, സ്റ്റേജും ഓഡിയോ കാസറ്റും. സിനിമ 2015 തുടങ്ങുന്നത്, അതായത് സംവിധാനം 2015 അമർ അക്ബർ എന്ന് പറയും. ഈ 2015 വരുന്നത് വരെ എൻ്റെ സുമേഷ് പറഞ്ഞത് ശരിയാണ്, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ദിലീപാണെങ്കിലും കലാഭവമണി, സലീംകുമാർ, ഇവരൊക്കെ ആ സമയത്തൊക്കെ കത്തി നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇവര് വിളിച്ചിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. സിനിമയിലേക്ക് വരുന്ന പറയുമ്പോൾ ഒരാൾ വിളിക്കുമ്പോൾ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ആരെ വിളിച്ച് സിനിമയിൽ അഭിനയിപ്പിച്ചാലും അല്ലെങ്കിൽ സിനിമ സംവിധാനം ചെയ്യുന്ന ആ സമയത്ത് അവർ ഓഫർ നമ്മൾ സംവിധാനം ചെയ്യിപ്പിച്ചാലും നമ്മൾ രക്ഷപ്പെടണമെന്ന് അങ്ങനെ നിയമമൊന്നുമില്ല. അതിന് ഈ ലാലേട്ടൻ ഒക്കെ ഒരു പടത്തിൽ പറയുമ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസാന്ന് ശ്രീനേട്ടൻ പറയില്ലേ, അത് തന്നെ ഓരോ സമയം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ, പിന്നെ ഇന്നലെ എന്തായിരുന്നു അതിൻ്റെ ഒരു സ്റ്റെപ്പ് മേളിലല്ലേ അടുത്ത ദിവസം, അത്രമാത്രം ചിന്തിച്ചു. അതിൽ നമ്മൾ ദൈവത്തോട് നന്ദി പറയാമെന്ന് പറയുന്നതാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ള മാർഗം. നമ്മൾ ഒരു കഴിഞ്ഞതിനേക്കാൾ താഴേക്ക് വിട്ടില്ല, ഓരോ ദിവസം ഒരു സ്റ്റെപ്പ് മേളിൽ നിർത്തിയില്ലേ, അത്ര മതി. പക്ഷേ ലൂണ മേടിക്കാൻ ആഗ്രഹിച്ച ആള് കാറ് മേടിച്ചു. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ ഒരാളുടെ, അപ്പം ഞാൻ പോലും, ഇപ്പം ഞങ്ങൾ പണ്ട് ഏഴരക്കോട്ടം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്ന സമയത്ത് അന്ന് മറ്റേ ഈ വണ്ടിയൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ, നമ്മുടെ മാരുതി സെൻ, ഏഴരക്കോട്ടം സമയത്ത്. അന്ന് കലാമാസ്റ്റർ ഒരു സോങ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മദ്രാസിൽ ആ സ്റ്റുഡിയോയിൽ മാസ്റ്റർ വരുന്നത് ഒരു നീല കളറാണ്, മനസ്സിലുണ്ട്. ആ ഒരു നീല മാരുതി സെൻ നല്ല ഭംഗിയാണ്, നല്ല ഒതുക്കമുള്ളതല്ലേ. അപ്പോൾ ആ വണ്ടിമേ ഞാനും ദിലീപൊക്കെ പോയി ഇങ്ങനെ തടകി നോക്കിയിട്ട്, നമുക്കൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ ഇതുപോലത്തെ ഒരു വണ്ടി എന്തെങ്കിലും എന്ന് നമ്മൾ സ്വപ്നം കണ്ടിട്ടുള്ളതാണ്, നമ്മൾ ആഗ്രഹിച്ചിട്ടോ കൊതിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതൊക്കെ വാങ്ങിക്കാൻ പറ്റുക എന്ന് പറയുന്നത്, ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത് വിജയം തന്നെയാണ്. അപ്പോൾ അതിലൊരിക്കലും നമ്മൾ നിരാശപ്പെട്ട്, ഞാൻ പറയട്ടെ, നമുക്ക് ഒരാളുടെ നമ്മളുടെ സുഹൃത്തുക്കളായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും വലിയ നിലയിലാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുക വേണ്ടത്, നമ്മൾ നിരാശപ്പെടുകയല്ല. നമ്മൾ അസൂയപ്പെടേണ്ട കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ രക്ഷപ്പെട്ട് അവർ വലിയ നിലയിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒരു ധൈര്യമായിട്ട് സഹായിക്കാൻ ഒരു ബലമുള്ള കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, വെളിപ്പുറത്തുണ്ടാവും. നമ്മളുടെ സുഹൃത്തുക്കളാണ് അവർ നമുക്ക്. അപ്പോൾ ആ സുഹൃത്തുക്കളെല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിരുന്നു. അതോടെ അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് നമുക്കൊരാവശ്യം പറഞ്ഞ സമയത്ത് എനിക്കറിയാം, അവരൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെല്ലാം ബിസിയായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു സ്റ്റേജ് ഷോ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ വന്നത്, അമേരിക്കൻ ഷോ. അവരെയൊക്കെ സ്റ്റേജ് ഷോ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തിരുന്നത്. അമേരിക്കൻ ഷോയ്ക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി, സലീംകുമാർ, അശോകൻ ചേട്ടൻ, ദിലീപ്, ഇവരൊക്കെ വരുന്നതിൻ്റെ പേരിൽ മാത്രം നടന്ന ഷോസാണത് അമേരിക്കയിൽ. അല്ലാണ്ട് എൻ്റെ മാത്രമല്ല, എൻ്റെ ഫുൾ ഫിഗർ വെച്ചിട്ടൊരു ഷോ അമേരിക്കയിൽ നടക്കില്ല. അപ്പം ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന ഷോയിൽ സ്പോൺസർ എന്നെ വിളിക്കും, ഞാൻ വിളിക്കുമ്പോൾ ഞാൻ ഇവരുടെ അടുത്തൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ തന്നെ ഇവർ ചാടിക്കയറി വരുന്നതിൻ്റെ പേരിൽ, അത് ഞാൻ വിളിക്കുന്നതിൻ്റെ എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ, എന്നോടുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഇവർ വരുമ്പോഴാണ് ആ ഷോ നടക്കുന്നത്. അപ്പോൾ അവർ സഹായിച്ചില്ല എന്ന് പറയാൻ പറ്റുന്നത് എങ്ങനെ? അവർ ആ നിലയിലെത്തിയതിൻ്റെ പേരിലല്ലേ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ വലിയ വലിയ നിലയിലെത്തണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളാണ്. ഈ വരുന്നതിൻ്റെ സ്ട്രഗിൾ അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് പുതിയ ആൾക്കാർക്ക് അത്യാവശ്യം അവസരം കൊടുക്കാനുള്ള ഒരു മനസ്സ് വരുന്നത്. കാരണം
ഇപ്പം എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയ അമർ അക്ബർ ആന്റണി പോലൊരു ഹ്യൂജ് ഹിറ്റ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ആരുടെ ഐറ്റം കിട്ടും ഏത് ബഡ്ജറ്റിലുള്ള സിനിമയും ചെയ്യാവുന്ന ഒരു സംവിധായകൻ നേരെ വന്നിട്ട് പുതിയ ആളെ വെച്ചിട്ട് അടുത്തൊരു പടം ചെയ്യുന്നു, അതും സൂപ്പർ ഹിറ്റ് ആക്കുന്നു. അത് ആ സബ്ജക്റ്റിനോടുള്ള കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ അത് ഒരു പുതിയ ആൾ വെച്ചിട്ട് അതെൻ്റെ അഹങ്കാരമൊന്നുമല്ല, അത് മറ്റേ പുതിയ ആൾ വെച്ചിട്ട് ഞാൻ ചെയ്ത് ഓക്കെ ആക്കാൻ പറ്റുന്നുള്ള ആ സബ്ജക്റ്റിനോടുള്ളൊരു വിശ്വാസവും പിന്നെ ആ സബ്ജക്റ്റ് ചെയ്യാനായിട്ട് ആപ്റ്റായിട്ടുണ്ടായിരുന്നത് വിഷ്ണു ആയിരുന്നു ആയിട്ട് എനിക്ക് തോന്നി. അത് ഞാൻ പലപ്പോഴും പല ഇൻ്റർവ്യൂവിലും പറഞ്ഞ പോലെ അത് വേറെ സംവിധായകൻ വേറെ നടനെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തൊരു സിനിമ അദ്ദേഹം അത് ഉപേക്ഷിച്ചപ്പോൾ അല്ലെങ്കിൽ ആ നടനത് വേണ്ടെന്ന് തീരുമാനിച്ച സമയത്ത് ആണ് നമ്മളുടെ കയ്യിലെത്തിയത്. അങ്ങനെ നമുക്ക് തോന്നിയപ്പോൾ ഇതിൻ്റെ ഒരു കോൺഫിഡൻസ് പലരും അന്ന് തന്നെ ഉപദേശിച്ചു, ഈ സിനിമ ചെയ്യണ്ട, ഇതിനകത്തൊന്നുമില്ല, ചെയ്താൽ ഇപ്പോൾ സുമേഷ് പറഞ്ഞ അതേ സാധനങ്ങൾ തന്നെ ഒരു ഇത്രയും താരങ്ങളെ വെച്ച് ചെയ്തിട്ട് അടുത്ത സിനിമ ചെയ്യേണ്ടത് സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ടാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, മമ്മൂക്കാടൻ ലാലേട്ടൻ്റെയും സുരേഷ് ഏട്ടൻ്റെയൊക്കെ അടുത്ത് പോയി ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ പെട്ടെന്ന് റീച്ചായതും പെട്ടെന്ന് കാര്യം നടന്നതും പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് തന്നെയായിരുന്നു. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ആ സിനിമ സക്സസ് ആയി. അതാ അതിൻ്റെ തിരക്കഥയിലും ഇതിലുള്ള ഒരു എന്താ പറയുക എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള നല്ല കുറേ തമാശകളും എൻ്റെ ബലമൊക്കെ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ എൻ്റെ ഒരു ബാധ്യത എന്ന് പറയുന്ന ആ 2 സിനിമകൾ തന്നെയാണ് പിന്നീട് ചെയ്ത എല്ലാ സിനിമകളുടെ കൂടെ. കാരണം ഇപ്പോൾ സുമേഷ് ചേട്ടന് എത്രയോ പ്രാവശ്യം പറഞ്ഞ ഈ 2 പടങ്ങളുടെ പേരാണ്. പക്ഷേ അത്തരത്തിലുള്ള കോമഡി ഈ സിനിമയിൽ പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്നതിൻ്റെ ഒരു ബാധ്യത കട്ടപ്പന പോലെ വന്നില്ല, അമർ അക്ബർ ആന്റണി പോലെ വന്നില്ല എന്ന് പറയുന്നവരടുത്ത് ഇപ്പോഴേ പറയാണ്. അങ്ങനത്തെ ആ ജോണറിലെ സിനിമ അങ്ങനെയല്ല. അല്ല, ഇത് അങ്ങനെ ഭയങ്കര ഇതിനകത്ത് തമാശ ഉണ്ടാകുന്ന വെച്ചാൽ തമാശയുണ്ട്, കാര്യം ഉണ്ടാകുന്ന വെച്ചാൽ കാര്യമുണ്ട്, ത്രില്ലർ ഉണ്ടാകുന്ന, അതായത് ഒരു 2 മണിക്കൂർ കൃത്യം 2 മണിക്കൂർ ലെങ്ത്തുള്ളൊരു സിനിമയുള്ളൂ. ഇത് ആദ്യം തൊട്ട് അവസാനം വരെ നമുക്കിങ്ങനെ ഒരു ചെറിയ ചിരിയോടുകൂടി ചുണ്ടിലൊരു ചെറിയൊരു ചിരിയും കാര്യങ്ങൾ വെച്ചിട്ട് കണ്ട് ആസ്വദിച്ച് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഓക്കെ എന്ന് ജനം പറഞ്ഞു കിട്ടിയാൽ ഞാൻ ഹാപ്പിയായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പ്രതീക്ഷിക്കുന്നുള്ളൂ. ഈ അർജുന അശോകൻ ഇതിൻ്റെ അകത്ത് യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രെയിലറിലൊക്കെ നമ്മൾ കാണാം, വളരെ രസകരമായിട്ടാണ് അത്. അപ്പം പുള്ളിയുടെ ക്യാരക്ടർ കോമഡിയാണ്, പോലീസുകാരനാണ്, പക്ഷെ ചില മാനരസത്തിലൊരു ഹ്യൂമർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് ഉള്ള അതിൻ്റെ കണക്ട് ചെയ്ത ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പം അച്ഛൻ്റെ സുഹൃത്ത് ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമ വന്ന് അഭിനയിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ഒഫീഷ്യലി ഉള്ള ഒരു കഥ പുള്ളി കഥ കേട്ടിട്ട് എങ്ങനെയാണ് ഇതിലേക്ക് ആളുടെ ഒരു എൻട്രി വരുന്നത്? ഈ അശോകൻ ചേട്ടൻ എൻ്റെയൊക്കെ മിമിക്രി കണ്ട് ഇങ്ങനെ വായും പൊളിച്ച് നോക്കിയിരുന്ന് അശോകൻ ചേട്ടനൊക്കെ ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന വെച്ച ആളാണ് ഞാൻ. അങ്ങനെ അശോകൻ ചേട്ടനെ പരിചയപ്പെട്ട് അശോകൻ ചേട്ടൻ്റെ കൂടെ സ്റ്റേജ് ഷോ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഈ അച്ചു ഒക്കെ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ഒരേ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിരുന്ന ആൾക്കാർ. അവനെ വെച്ചിട്ടൊക്കെ നമുക്കൊരു പടം ചെയ്യാന്ന് പറയുന്നതൊക്കെ നമ്മൾ ആ സമയത്ത് ചിന്തിച്ചിട്ടുമില്ല. സിനിമ സംവിധായകനാകുന്നു ചിന്തിച്ചിട്ടില്ല. അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിലാണ് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യും, അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ അവനെ ഞാൻ നായകനാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടിപ്പാഞ്ഞെടുക്കുക. അവനവിടെ നിന്നിട്ട് ചെറിയ വണ്ടി കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്നെ ഞാൻ നായകനാക്കൂടെ അന്ന് ധൈര്യമുണ്ടെങ്കിൽ പറയായിരുന്നു. പക്ഷേ അത് നമ്മൾ സ്വപ്നം കാണുന്നില്ല. ആ സമയത്ത് സംവിധായകൻ്റെ സ്വപ്നമൊന്നും ആ സമയത്ത് ഉണ്ടായില്ല. ശരിക്കും അഭിനയിക്കണം എന്നുള്ളൊരു ജ്വരം കയറി കിടക്കുന്ന പ്രായമാണല്ലോ. ശരിക്കും പറഞ്ഞാൽ അത് അർജുന അശോകന്റെ സക്സസിനേക്കാൾ ഉപരി നിങ്ങളുടെ ഒരു സക്സസ് ആണ്. സുഹൃത്തുക്കൾ സിനിമയിൽ വന്ന് സുഹൃത്തുക്കൾ സക്സസ് ആവുന്നു, ആ സുഹൃത്തിൻ്റെ മകനെ വീണ്ടും സിനിമയിൽ വെച്ചിട്ട് അവരെ വെച്ച് സിനിമ ചെയ്യാൻ പറ്റുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സക്സസ് അല്ലേ ശരിക്കും? ഞങ്ങളുടെ ഭാഗ്യമാണ്, ഞങ്ങളുടെ ഒരു തലമുറയുടെ ഭാഗ്യമാണ് അത് ഇനിയുള്ള തലമുറകൾക്ക് ഉണ്ടാകുമെന്ന് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. മേ ബി ഇപ്പോൾ അച്ഛനെ സംബന്ധിച്ചിട്ട് അർജുന അശോകനെ സംബന്ധിച്ചിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു. റാഫിക്ക, ഞാൻ പണ്ട് ലളിതഗാന മത്സരത്തിന് പോകാൻ നേരത്ത് കലൂർ കവിതാ കലാകേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരുപാട് കലാമത്സരങ്ങൾക്ക് പോകുമ്പോൾ റാഫിക്ക മിമിക്രി മോണാക്ട് കോമ്പറ്റീഷന് സീനിയേഴ്സിൻ്റെ, ഞാൻ ജൂനിയേഴ്സിൻ്റെ കോമ്പറ്റീഷന് ലളിതഗാന മത്സരത്തിന് ഒരു നിക്കറൊക്കെ ഇട്ട് പാടാൻ വേണ്ടിയിട്ട് അന്ന് സീനിയേഴ്സിൻ്റെ കോമ്പറ്റീഷനിൽ മിമിക്രിക്ക് മോണാക്ടിന് പ്രൈസ് സ്ഥിരമായിട്ട് നേടിക്കൊണ്ടിരുന്ന ആളാണ് റാഫിക്ക. നാദർഷയ്ക്ക് അഭിനയിക്കാനായിരുന്നു താല്പര്യം. ഇപ്പോൾ കുറച്ച് നേരം മുന്നേ പറഞ്ഞു. അപ്പം കേശുവിൻ്റെ അകത്താണെങ്കിലും ഒരു ചെറിയൊരു സാധനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിലും പാട്ടിൽ വന്ന് പോകുന്നുണ്ട്. അതല്ലാതെ വേറെ സ്വന്തമായി സംവിധാനം ചെയ്യുന്ന പടത്തിൽ ഗസ്റ്റ് റോൾ പോലെ ചെയ്യുന്ന അല്ലാതെ ഇനി അഭിനയം സീരിയസ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങളുണ്ടോ? ആരെങ്കിലും വിളിക്കണ്ടടാ.
വിളിച്ചല്ല അഭിനയിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ആരും വിളിക്കാണ്ട് ഞാനിവിടെ ഇരുന്നിട്ട് ഞാൻ അഭിനയിക്കാൻ റെഡിയാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് ആരും വിളിക്കാനുള്ള എന്ത് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ എൻ്റെ പണ്ടത്തെ അഭിനയമൊക്കെ കണ്ടതിൻ്റെ പേരിലായിരിക്കുള്ളൂ. പണ്ട് ഞാൻ അഭിനയിച്ച് ഭയങ്കര മല മറിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇവരൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെയാണ് വിളിക്കാത്തത്, അല്ലാണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ പണ്ടത്തെ അഭിനയത്തിലുള്ള ഒന്ന് രണ്ട് ചില സിനിമകളിലൊക്കെ ഇപ്പം നമ്മൾക്ക് അഭിനയിച്ച സ്ഥാനം എത്ര നല്ല നടനാണെങ്കിലും കാണും ഒത്തിരി കൂടെ വേണമെന്ന് മാറ്റായിരുന്നു. നമുക്ക് അങ്ങനത്തെ ഫീൽ ചെയ്യാൻ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇപ്പം ഇക്കേ പറഞ്ഞ പോലെ മക്കൾ എപ്പോഴെങ്കിലും കണ്ടിട്ട് അച്ഛൻ എന്താ അഭിനയിച്ചേക്കണേ, അതാണ് ഇതിൽ കളിയാക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രോള് പറയോ വിമർശിച്ചിട്ടുണ്ടോ? ഞാൻ അഭിനയിച്ച അഭിനയൊന്നും മക്കൾ കണ്ടില്ല, കാരണം അവരൊക്കെ 2000 ശേഷം ജനിച്ച പിള്ളേരല്ലേ, 2000 ബേബീസാണ്. അഭിനയിച്ചവരോട് പറഞ്ഞിട്ടില്ല. ടി വിയിൽ അതിനുശേഷം ഞാൻ അഭിനയിച്ച പടമൊക്കെ അങ്ങനെ അഥവാ ഏതെങ്കിലും പഴയത് വന്നു കഴിഞ്ഞാൽ വൈഫ് അപ്പം തന്നെ ചാനൽ മാറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ കണ്ടും മക്കൾക്ക് ഇപ്പോൾ ഒരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട്, അത് കളയണ്ടല്ല വിചാരിച്ചിട്ട്. കാരണം അവർ നമ്മൾ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. പിന്നെ അതിന് ഇടയ്ക്ക് ഞാൻ വേറൊരു സാധനം ചെയ്തിട്ടാ, നമ്മുടെ ആര്യൻ കൃഷ്ണമേനോ ചെയ്ത ബേൺ മൈ ബോഡി എന്ന് പറഞ്ഞത്, അത് ഈ അമർ അക്ബർ ധോണി ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്. അത് അഭിപ്രായം കിട്ടിയ സംഭവമാണത്. അത് അഭിപ്രായം കിട്ടി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് പറയുമോ, നമ്മൾക്ക് എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നൊരു സമയമുണ്ട് നമ്മൾ. അതായത് കുറേ എക്സ്പീരിയൻസ് കഴിയുമ്പോഴാണ് ഇതൊക്കെ. ഞങ്ങളൊക്കെ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നേരെ സ്റ്റേജിൽ നമ്മളിപ്പോൾ ഹലോ എന്നും പറഞ്ഞിട്ട്, ഇപ്പോൾ സിനിമയിലാണെങ്കിൽ നമ്മൾ ഒരാളെ കണ്ടിട്ട് എന്താ വിശേഷം ഇങ്ങനെ ചോദിക്കല്ലേ, സ്റ്റേജിൽ അങ്ങനെയല്ല, ഹലോ എന്താ വിശേഷം സുഖമാണോ, ഇത്തിരല്ല ബാക്കിൽ. കാരണം ആകെ ഒരു കുഞ്ഞു മൈക്കുണ്ട്, അത് അമ്പലപ്പറമ്പിൽ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന അങ്ങേ അറ്റത്ത് കിലുക്കി കുത്ത് കളിക്കുന്ന ആൾക്കാർ വരെ കേൾക്കണം ഈ ഹലോ വിളിക്കുന്നത്, എന്താണ് വിശേഷം എന്ന് ചോദിക്കുന്നത്. ആ റേഞ്ചിൽ കളിച്ച് ശീലമായിട്ട് നമ്മൾ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോഴും ഇതേ അഭിനയം തന്നെ കാഴ്ചവെച്ച ആൾക്കാരാണ്. അപ്പോൾ പക്ഷേ എങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യും പോലെ ചെയ്യേണ്ടത് എന്നൊക്കെ പഠിച്ചു വന്നപ്പോഴേക്കും അഭിനയത്തിൽ നിന്ന് ഔട്ടായി പോയി. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് പഠിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ സമയത്ത് ഔട്ടായി. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഡയറക്ഷൻ ഹിറ്റായ പോലെ അഭിനയം ഹിറ്റാവട്ടെ.